വിശുദ്ധ മത്തായി ശ്ലീഹായുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ദാനം പോലുള്ള നീതിപ്രവൃത്തികൾ സ്വകാര്യമായും ശുദ്ധമായ ഉദ്ദേശങ്ങളോടെയും ചെയ്യണം. കാരണം മറ്റുള്ളവർ കാണുന്നതിനായി നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്നതിനർത്ഥം നിങ്ങൾക്ക് ആളുകളിൽ നിന്ന് മാത്രമേ പ്രതിഫലം ലഭിക്കൂ എന്നാണ്. പകരം രഹസ്യമായി നൽകുക. അങ്ങനെ രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നല്ലവരായി കാണപ്പെടാനോ മറ്റുള്ളവരുടെ പ്രശംസ നേടാനോ വേണ്ടി മാത്രം നല്ല കാര്യങ്ങൾ ചെയ്യരുത്. ദൈവത്തോടുള്ള സ്നേഹത്താൽ പ്രചോദിതരായി ആത്മാർത്ഥമായും നിശബ്ദമായും അവ ചെയ്യുക. അപ്പോൾ അവൻ നിങ്ങളെ കാണുകയും നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. നിന്റെ വലത്തുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ എന്ന വചനം നമ്മുടെ കാരുണ്യപ്രവൃത്തികളുടെ രഹസ്യാത്മകതയെയും ആത്മാർത്ഥതയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ വലിയ നോമ്പുകാലത്ത് നാം നടത്തുന്ന ദാനധർമ്മങ്ങളും ഉപവാസവും കേവലം ഒരു പ്രദർശനമാകരുത്. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് പ്രതിഫലം നൽകും. ആത്മപ്രശംസയില്ലാതെ വിനയത്തോടെ മറ്റുള്ളവരെ സഹായിക്കാൻ ഈ 50 നാളുകൾ നമ്മെ പ്രാപ്തരാക്കട്ടെ. ദൈവത്തിന്റെ കണ്ണ് എല്ലായ്പ്പോഴും നമ്മിലുണ്ട്. മനുഷ്യർ കാണാത്ത നമ്മുടെ രഹസ്യമായ നന്മകളെ അവൻ കാണുകയും വിലമതിക്കുകയും ചെയ്യുന്നു. അതിനാൽ പ്രശംസയേക്കാൾ ദൈവത്തിന്റെ പ്രീതിക്കായി നമുക്ക് പ്രവർത്തിക്കാം. ക്രിസ്തുവിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളികളാകാൻ വേണ്ടിയുള്ള ഉപവാസത്തിന്റെയും അനുതാപത്തിന്റെയും സമയത്തിന്റെ കാലഘട്ടമായി നമുക്ക് ഈ 50 നോമ്പിനെ കാണാം. ഈ പശ്ചാത്താപ തയ്യാറെടുപ്പിന്റെ കാലത്ത് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം എന്നിവയിലൂടെ നാം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവത്തിലേക്ക് തിരിക്കുന്നു. പ്രിയപ്പെട്ട അമ്മമാരെ, നമുക്കെല്ലാവർക്കും ഈ 50 ദിവസങ്ങളിൽ ദൈവകരുണയ്ക്കായി യാചിച്ച് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും നമ്മുടെ കുടുംബങ്ങളെയും ഈ ലോകം മുഴുവനുമുള്ള എല്ലാ മക്കൾക്കായും ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാം. ഈ 50 നോമ്പ് നമുക്കെല്ലാവർക്കും ഒരു ആത്മവിശുദ്ധീകരണത്തിന്റെ സമയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.